إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. يا أيها الإخوان والأخوات اتقوا الله عباد الله موصيكم أولا بتقوى الله. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മളെല്ലാവരും എന്ന ബോധം നിലനിർത്തിക്കൊണ്ട് അമലുകളെ ക്രമീകരിക്കണേ എന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. സൂറത്ത് ഇബ്രാഹീമിലെ 18-ാമത്തെ ആയത്താണ് നാം ഓതി കേൾപ്പിക്കപ്പെട്ടത്. പെരുന്നാൾ ആഘോഷം കഴിഞ്ഞു. റമദാനിന്റെ ദൗത്യം ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുവാൻ വേണ്ടിയാണ് എന്നത് നാം മനസ്സിലാക്കി. തഖ്വ ഉള്ളവരുടെ അമലുകൾ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ. തഖ്വ ഇല്ലാത്തവരുടെ അമൽ സ്വീകാര്യമല്ല. തഖ്വ അമൽ സ്വീകരിക്കാൻ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ നിർമ്മിച്ച ഉടനെ പ്രാർത്ഥിച്ചത് റബ്ബന തഖബ്ബൽ മിന്നാ, അല്ലാഹുവേ നമ്മുടെ അമലും സ്വീകരിക്കണേ എന്ന്. അതുകൊണ്ടാണ് നമ്മോട് പ്രാർത്ഥിക്കാൻ കൽപ്പിച്ചത്. റബ്ബന തഖബ്ബൽ മിന്നാ സിയാമന ദുആഅന വഖിയാമന എന്നൊക്കെ. അല്ലാഹുവേ നമ്മുടെ ദുആ, നമ്മുടെ നൃത്തം, നമ്മുടെ രാത്രി നൃത്തം, നമ്മുടെ നിസ്കാരം, നമ്മുടെ ഖുർആൻ പാരായണം ഒക്കെ സ്വീകരിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുകയും ചെയ്തു. അപ്പോ മാത്രമല്ല, സഹാബികൾ റമദാൻ കഴിഞ്ഞാൽ 6 മാസം വരെ പ്രാർത്ഥിച്ചിരുന്നു എന്നാണ്. നോമ്പും സക്കാത്തും സദഖയും രാത്രി നിസ്കാരവും ഖുർആൻ പാരായണവും എല്ലാം സ്വീകരിക്കാൻ വേണ്ടി 6 മാസക്കാലങ്ങളോളം പ്രാർത്ഥിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ, ചരിത്രങ്ങളിലും അസറുകളിലും വായിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നു. അപ്പൊ നമുക്കുള്ള ദൗത്യം ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്നാണ് അള്ളാഹു അമലുകൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ നാം രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് മുത്തഖിയാവുക എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മുടെ അമലുകൾ സ്വീകരിക്കാനുള്ള ശ്രദ്ധയുണ്ടാവണം. രണ്ടാമതായി മുത്തഖിയാവുക എന്നുള്ളതാണ്. മുത്തഖിയാകുവാനുള്ള മാർഗമാണ് നോമ്പ് പഠിപ്പിച്ചത്. അപ്പൊ റമദാനിൽ നാം ശ്രദ്ധിച്ച കുറെ ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന്, അമിതമാക്കിയിരുന്നില്ല. കുലു വശ്റബു വലാ തുസ്രിഫു, തിന്നുക കുടിക്കുക അമിതമാക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് പാലിച്ചിരുന്നു. ഇനിയും പാലിക്കേണ്ടതുണ്ട്. പകലിൽ നോമ്പനുഷ്ഠിക്കാത്ത നാം
വെള്ളം കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു. പക്ഷെ അതിൽ അമിതമാകുവാൻ പാടില്ല എന്നുള്ളത് നമ്മുടെ നിർബന്ധ ബുദ്ധിയായി മാറേണ്ടതുണ്ട്. അതേപോലെ എല്ലാത്തിലും വുളു ഉണ്ടാക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, കടലിൽ നിന്നാണ് വുളു എടുക്കുന്നതെങ്കിലും നിങ്ങൾ അവയവം 3-ലധികം കഴുകാൻ പാടില്ല. ചില ആളുകൾ വുളു ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തവണ മുഖം കഴുകുന്നു. അത് വുളുവിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോ വുളുവിന്റെ അവയവങ്ങൾ ചുരുങ്ങിയാൽ 1, കൂടിയാൽ 3 3-ലധികം പാടില്ല എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച ഒരു മാനദണ്ഡമാണ്. അപ്പോ ഭക്ഷണത്തിൽ മാത്രമല്ല, ജീവിതത്തിൽ മാത്രമല്ല, വസ്ത്രത്തിൽ മാത്രമല്ല, എല്ലാത്തിലും അമിതമാകാൻ പാടില്ല. സംസാരത്തിൽ പോലും അമിതമാകാൻ പാടില്ല എന്ന് പഠിപ്പിച്ചു. ഒച്ച എടുക്കാൻ പാടില്ല, നല്ല ശബ്ദം എടുക്കാൻ പാടില്ല. ഉമ്മയുടെ, ഉപ്പയുടെ, മുതിർന്നവരുടെ, ബഹുമാനിക്കപ്പെടുന്നവരുടെ മുന്നിൽ അമിതമായ ശബ്ദമുയർത്താൻ പാടില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചു. ഈ ഒരു അതിർത്തി നാം പാലിക്കേണ്ടതാണ്, ലംഘിക്കാൻ പാടില്ല. റമദാനിൽ നമ്മുടെ നാവിനെ നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ ശരീരത്തെ നിയന്ത്രിച്ചിരുന്നു, നമ്മുടെ കൽബിനെ നമ്മൾ നിയന്ത്രിച്ചിരുന്നു. റമദാൻ കഴിയുമ്പോഴും നിയന്ത്രിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഈ രൂപത്തിൽ എല്ലാത്തിലും ഒരു മിതത്വം, ഒരു ഉത്തമൻ സമുദായം ആവണമെങ്കിൽ കുൻതും ഖൈറു ഉമ്മ, ഉത്തമൻ സമുദായമാണ് എന്ന് പറഞ്ഞപ്പോ തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ എന്ന് പറഞ്ഞു. നന്മ കൽപ്പിക്കുക, തിന്മ വിലക്കുക എന്നുള്ള മാനദണ്ഡം അവിടെ പറഞ്ഞു. റമദാനിൽ കൃത്യമായി നമ്മൾ അത് ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിലുള്ളവർ 4 മണി കഴിഞ്ഞു, 5 മണി കഴിഞ്ഞു, 5:15 എഴുന്നേറ്റില്ലെങ്കിൽ എഴുന്നേൽപ്പിക്കാൻ നമുക്ക് ധൃതി ഉണ്ടായിരുന്നു, എഴുന്നേൽപ്പിക്കാൻ നമുക്ക് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. റമദാൻ കഴിയുമ്പോഴും ആ തഅ്മുറൂന ബിൽ മഅറൂഫ്, നന്മ കൽപ്പിക്കുക എന്നുള്ള വിഷയത്തിൽ രാവിലെ നമ്മുടെ വീട്ടിലുള്ളവരെ ഉണർത്താൻ ഉള്ള ആ നന്മ കൽപ്പിക്കുക എന്നുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. വതൻഹൗന അനിൽ മുൻകർ, തിന്മ വിലക്കുക, അത് ഉത്തമ സമൂഹത്തിന്റെ അടയാളമാണ്. നമ്മുടെ വീട്ടിൽ അത്താഴം കഴിച്ച് 5:20 നമ്മുടെ വേണ്ടപ്പെട്ടവർ കിടക്കുമ്പോൾ നമ്മൾ അവരോട് ഷൗട്ട് ചെയ്തിരുന്നു, അടാ ദുആക്ക്, ഖുർആനോദ്, പ്രാർത്ഥിക്ക്, സുബ്ഹി കഴിയട്ടെ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അത് നാളെയും ഉണ്ടാവേണ്ടതാണ്. ഒന്ന് അടുത്തിരുന്നാൽ നന്നാവുമായിരുന്നു പരമാവധി. അത് നാളെയും ഉണ്ടാവേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ കുടുംബത്തിൽ ആ ഒരു തിന്മയെ വിലക്കുക എന്നുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാവേണ്ടതാണ്. ശാരീരിക്കല് നിർബന്ധമില്ലാത്ത കുട്ടികളൊക്കെ ഒന്ന് മുന്നോട്ട് വന്നിരുന്നാൽ ഒന്നുകൂടി നന്നാവും. ആ സഫുകളൊക്കെ ഇവിടെയൊക്കെ ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ. അപ്പോ ആ രൂപത്തിൽ തിന്മയെ വിലക്കുക എന്നുള്ളത് കൂടി നാം പാലിക്കേണ്ട വലിയൊരു ഘടകമായി നാം കാണേണ്ടതാണ്. ഈ രൂപത്തിൽ നാം ചെയ്യുമ്പോഴാണ് അല്ലാഹു റസൂൽ പറഞ്ഞ 2 മര്യാദ ഉണ്ടാവുക. 2 സന്തോഷമാണ് വിശ്വാസികൾക്ക് ഉണ്ടാവുക എന്നാണ്. സന്തോഷം ഉണ്ടാകും. സന്തോഷം, ആനന്ദം, ആഹ്ലാദം, ആഘോഷം, ഇതൊക്കെ ഒരു മനുഷ്യന് ആവശ്യമാണ്. നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് അല്ലെ? ഒരുപാട് നേരങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉമ്മ പ്രസവിച്ച് നമുക്ക് തിരിച്ചറിവ് വന്നത് മുതൽ, ഒരു 5 വയസ്സ് മുതൽ 8 വയസ്സ് മുതൽ നമ്മുടെ ജീവിതം, സ്കൂളിൽ പഠിക്കുന്ന കാലം, മദ്രസയിൽ പഠിക്കുന്ന കാലം, കല്യാണം കഴിച്ചവർ ആ കല്യാണം കഴിക്കുന്ന പ്രായം, ജോലി കിട്ടുന്ന പ്രായം, ഇന്റർവ്യൂവിൽ പങ്കെടുക്കുന്ന നേരം, ഇങ്ങനെ ജീവിതത്തിൽ കഴിഞ്ഞു പോയ ഓരോ ഘട്ടങ്ങൾ നാം ആലോചിക്കുമ്പോൾ സന്തോഷമുള്ള ഒരുപാട് നേരങ്ങൾ ഉണ്ടാകും, സങ്കടമുള്ളതുണ്ടാവും. അപ്പൊ ഈ സന്തോഷമുള്ള ചില സംഗതികൾ നമുക്ക് മറക്കാൻ കഴിയില്ല. അത് എപ്പോഴും ഓർത്തു വെക്കുവാനുള്ള ശ്രമം നാം നടത്തും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു, വിശ്വാസികൾക്ക് 2 നേരമാണ് സന്തോഷം ഉണ്ടാവുക. ഒന്ന് നോമ്പ് തുറക്കുമ്പോഴാണ് എന്ന് പറഞ്ഞു. നമ്മൾ അനുഭവിച്ചതാണ്. അത് നമ്മൾ പലപ്പോഴും ചില കാര്യങ്ങളൊക്കെ പറയാറുണ്ട്, അത് പറഞ്ഞറിയിക്കാൻ പറ്റുമല്ലോ മോനെ, അത് അനുഭവിച്ചറിയണമെന്ന് പറയല്ലോ. അത് അനുഭവിച്ചറിഞ്ഞവരാണ് നമ്മൾ. രണ്ടാമത്തെ കാര്യം പറഞ്ഞറിയിക്കാനേ പറ്റൂ, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. എന്താണ്? എന്നാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷം അത് പറയാനേ നമുക്ക് പറ്റുള്ളൂ, അനുഭവിച്ചിട്ടില്ല. പക്ഷെ ആർക്കാണ് അത് അനുഭവിക്കാൻ കഴിയുക? അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരോട് ഖുർആൻ പഠിപ്പിച്ചത് നല്ല അമൽ ചെയ്യണമെന്നാണ്. എന്താ നല്ല അമൽ? വിശാലമായ പട്ടികയാണ്. പുഞ്ചിരി നല്ല അമലാൻ, പള്ളിയിൽ കയറുമ്പോൾ വലത് കാല് വെക്കൽ നല്ല അമലാൻ, നല്ല വസ്ത്രം ധരിക്കൽ നല്ല
അമലാണ്, മുടി ചീകൽ നല്ല അമലാണ്. ഇങ്ങനെ ജീവിതത്തിൽ എമ്പാടും നല്ല അമലുകളുണ്ട്. ദിക്റുകൾ ചൊല്ലൽ, ഖുർആൻ പാരായണം ചെയ്യൽ, ജമാഅത്തിൽ പങ്കെടുക്കൽ, ഇങ്ങനെ സുന്നത്തായ നിർബന്ധമായ ഫർളായ ഓരോ കാര്യങ്ങളും നമ്മുടെ അമലായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. റമദാനിൽ എന്തൊക്കെയാണ് നല്ല അമലുകൾ നാം അധികമായി ചെയ്തത്? റമദാനിന് മുന്നേ ശഅബാനിൽ ചെയ്യാത്ത എന്തൊക്കെ നല്ല അമലാണ് റമദാനിൽ പ്രത്യേകമായി ചെയ്തത് നമുക്ക് ഓർമ്മയുണ്ട്. ഒന്ന് തറാവീഹ്. ചിലർക്കൊക്കെ തറാവീഹ് ഉണ്ടാവും, ചിലർക്കൊക്കെ സുബഹിയുടെ ജമാഅത്ത് ഉണ്ടാവും, ചിലർക്കൊക്കെ മറ്റു ജമാഅത്ത് ഉണ്ടാവും, ചിലർക്ക് എഴുന്നേൽക്കലായിരിക്കും, ചിലർക്ക് അത്താഴ നേരത്തെ എഴുന്നേൽക്കലായിരിക്കും. അങ്ങനെ നോക്കിയാൽ റമദാനിൽ മാത്രം നാം ചെയ്ത സംഗതികൾ അത് ഒഴിവാക്കാൻ പാടില്ല. റമദാനിൽ മാത്രം ഒരു കർമ്മവും സ്ഥിരം പഠിപ്പിച്ചിട്ടില്ല. റമദാൻ മാത്രം പഠിപ്പിച്ച ഒരേ ഒരു കർമ്മം ആ ഫുൾ ഡേ എല്ലാ ദിവസവും തുടർച്ചയായി നോമ്പനുഷ്ഠിക്കുക എന്നത് മാത്രമാണ്. വേറെ എന്താ ഉള്ളത്? അപ്പൊ തറാവീഹ് റമദാനിൽ മാത്രമല്ലേ? അല്ല, അത് റമദാൻ കഴിഞ്ഞാൽ നിസ്കാരമുണ്ട്, രാത്രി നിസ്കാരമുണ്ട്. അധികരിച്ചാൽ 11, കുറഞ്ഞാൽ 3. അത് ജമാഅത്തല്ല എന്നേ ഉള്ളൂ. റമദാനിന്റെ പ്രത്യേകത അത് ജമാഅത്തായി നിർവഹിക്കുന്നു. അത് മാത്രമാണ് റമദാനിലെ പ്രത്യേകത. റമദാൻ കഴിഞ്ഞാൽ ഖിയാമുൽ ലൈലുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ചില ആളുകൾക്ക് മാത്രമായി കൊടുക്കുന്ന ചില ടെന്റുകളുണ്ട് സ്വർഗത്തിൽ, ചില കൂടാരങ്ങളുണ്ട് സ്വർഗത്തിൽ. അതിന്റെ പ്രത്യേകത പുറത്തു നോക്കുമ്പോ ഉള്ളിലേക്ക് കാണും, ഉള്ളിൽ നോക്കുമ്പോ പുറത്തേക്ക് കാണും. അപ്പൊ ആ രൂപത്തിൽ അലങ്കൃതമായ സന്തോഷകരമായ ഒരു ടെന്റ് ചിലർക്ക് കിട്ടുമെന്നാണ്. നമ്മുടെ ചില ലിഫ്റ്റ് ഉണ്ട്, ഇപ്പോ ഗ്ലാസിന്റെ ലിഫ്റ്റുകൾ അല്ലേ, അതൊക്കെ കയറുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിയാണ് പലർക്കും. എങ്കിൽ ആർക്കാണ് നബി അത് കിട്ടുക എന്നൊരു ഗ്രാമീണൻ ചോദിക്കുകയാണ്. അപ്പൊ പറഞ്ഞു, അത് കിട്ടുക ആരാരും കാണാത്ത നേരത്ത് രാത്രിയിൽ നിസ്കരിക്കുന്നവർക്കാണ് അത് കിട്ടുക എന്ന് പറഞ്ഞു. തറാവീഹ് കഴിഞ്ഞവർ ആലോചിക്കേണ്ടത് ആ കർമ്മം ഒന്ന് ടൈം ഒന്ന് മാറ്റി പിടിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. രാത്രി ഇശാഇന് ശേഷം സുബഹിക്ക് മുന്നേ, സുബഹിയുടെ ബാങ്കിന് മുന്നേയായി എപ്പോഴെങ്കിലും ചുരുങ്ങിയത് 3, അധികരിച്ചാൽ 11 നിർവഹിക്കാൻ തയ്യാറാവണം. അവസാനത്തെ 3 റക്അത്തിന്റെ പ്രത്യേകത നമുക്കറിയാലോ, ഇമാം ഓതുന്നത് കൊണ്ട് നമുക്കറിയാം. അവസാനത്തെ 3 റക്അത്തിന്റെ പ്രത്യേകത അതിൽ ആദ്യം സബ്ബിസ്മയും പിന്നെ കുല്യാൽ കാഫിറൂനും പിന്നെ ഖുൽ ഹുവല്ലാഹു അഹദുമാണ്. ബാക്കിയുള്ള സൂറത്തിൽ ബാക്കിയുള്ള റക്അത്തിൽ ഏതും ഓതാം. ഈ 3 നമ്മൾ ആകെ 3 നിസ്കരിക്കുന്നുള്ളൂ എങ്കിൽ ഇത് 3 ഓതൽ സുന്നത്താണ്. ഇനി ദീർഘിപ്പിക്കണോ ദീർഘിപ്പിച്ചോ കുഴപ്പമില്ല. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ രാത്രി നിസ്കാരം ജീവിതത്തിൽ തുടർച്ചയാക്കണം. റമദാനിൽ മാത്രമായുള്ളത് നോമ്പ് മാത്രമാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതാണ്. ഖുർആൻ പാരായണം റമദാൻ കഴിഞ്ഞാൽ തുടങ്ങണം. സുബ്ഹി നിസ്കാരം റമദാൻ കഴിഞ്ഞാൽ തുടങ്ങണം. സുബ്ഹി നിസ്കരിക്കാത്തവൻ കാഫിറാണ് എന്ന് പഠിപ്പിച്ചു. എല്ലാ നിസ്കാരവും ഒഴിവാക്കാൻ പറ്റൂല. മാത്രമല്ല മുനാഫിക്കുകൾക്ക് ഭാരമായ നിസ്കാരമാണ് സുബ്ഹിയും ഇശാഉം എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിസ്കാരം കൃത്യത വരുത്തണം, നിഷ്ഠയുണ്ടാവണം. ആ രൂപത്തിൽ നാം ശവ്വാലിലും തുടരണമെന്ന് ഓർപ്പിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ നേരത്തെ പറഞ്ഞ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്നുള്ള വിഷയമാണ്. ആ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന് പറയുമ്പോൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. നമുക്കറിയാം, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അള്ളാഹ് വിചാരണകൾക്ക് ശേഷം കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിൽക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് എന്താ വേണ്ടെന്ന് ചോദിക്കും. അപ്പൊ വിശ്വാസികൾക്കൊന്നും പറയാൻ കഴിയില്ല. അള്ളാഹു അവന്റെ കർട്ടൻ നീക്കുന്നു, മറ നീക്കുന്നു, മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, വിശ്വാസികൾ കാണുന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, ഇനി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ വിശ്വാസികൾ പറയാണ്, റബ്ബേ ഇതിനേക്കാൾ വലുതെന്താ കിട്ടാനുള്ളത്? അല്ലെ, നിന്നെ മുഖത്തോട് മുഖം കാണുക, ഇതിനേക്കാൾ വലുതെന്താ കിട്ടാനുള്ളത്? അങ്ങനെ ചിരിക്കുന്ന മുഖങ്ങൾ ചിലർക്കുണ്ടാകുമെന്നാണ് അള്ളാഹു കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. എന്നാൽ എന്നാൽ ചില മുഖങ്ങളോ ഓപരത്തായിരിക്കും, പൊടി പോരേണ്ടതായിരിക്കും. അള്ളാഹു അവരിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ സന്തോഷമുള്ള മുഖങ്ങൾ ചിലർക്കുണ്ടാകുമെന്നാണ്. ആ മുഖങ്ങൾ ഉണ്ടാകുവാൻ നമ്മൾ പ്രാർത്ഥിക്കുക. റബ്ബനാ ലാ തുസിഅ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയം ഞങ്ങൾക്ക് ഹിദായത്ത് കിട്ടി. നോമ്പിലൂടെ, ഖുർആനിലൂടെ, തറാവീഹിലൂടെ നല്ല മനസ്സാണ് നമുക്കുള്ളത്. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ വിശാലമായ സ്നേഹത്തിന്റെ, ദയയുടെ, വിനയത്തിന്റെ മനസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. റബ്ബേ ലബ്ബന ലാ തുസിഅ ഖുലൂബന, ഇനി എന്റെ ഈ ഹൃദയത്തെ നീ തെറ്റിക്കല്ലേ അല്ലാഹ്. ബഅദ ഇദ് ഹദൈതനാ, ഈ ഹിദായത്ത് കിട്ടിയതിനു ശേഷം എന്ന പ്രാർത്ഥന തുടർച്ചയാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى يوم الدين. أما بعد، يا أيها الإخوان والأخوات اتقوا الله عباد الله
ഊസീകും സാനിയൻ ബിത്തഖ്വല്ലാഹ്. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ച് ഖബറിലേക്ക് മടങ്ങേണ്ടവരാണ് നമ്മൾ എല്ലാവരും എന്ന ബോധത്തോടു കൂടി നമ്മുടെ അമലുകളെ പൂർണ്ണമായും നിയന്ത്രിക്കണേ എന്ന് ഒന്നുകൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും പരിപൂർണമായ ഈമാനും പരിപൂർണമായ ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ ഇത്തിഹാദ് ശുബാൻ മുജാഹിദീന്റെ പെരുന്നാൾ കളക്ഷൻ ഇന്നുണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ അതിന് സഹകരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും നമ്മളുമായി സഹവസിക്കുന്ന ഒരു കൂട്ടുകാരൻ അദ്ദേഹത്തിന്റെ ആരോഗ്യപരമായ പ്രയാസത്താൽ പലപ്പോഴും നടക്കുവാനോ പുറത്തിറങ്ങുവാനോ പറ്റാത്ത ഒരവസ്ഥയിൽ ആരോഗ്യപരമായി ഒരേ കിടപ്പിൽ ഉള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ തന്റെ ശരീരത്തിന് ആരോഗ്യം ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പരിപൂർണമായ ആരോഗ്യം കൊടുക്കുമാറാവട്ടെ. നമ്മെപ്പോലെ പള്ളിയിലേക്ക് വരാൻ, നമ്മെപ്പോലെ ആരാധനയിൽ മുഴുകാൻ, നമ്മെപ്പോലെ പൂർണ്ണമായും ആരോഗ്യത്തോടു കൂടി ഇബാദത്തിൽ മുഴുകുവാനുള്ള ആരോഗ്യവും മാനസികമായ തയ്യാറെടുപ്പും മനക്കരുത്തും അള്ളാഹു അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. ഞാൻ ഓതി വെച്ച ആയത്ത് സൂറത്ത് ഇബ്രാഹിമിലെ 18ാമത്തെ ആയത്താണ്. മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം, നിഷേധികളുടെ ഉപമ, അഅ്മാലുഹും അവരുടെ അമൽ, കറമാദിൻ, അതൊരു വെണ്ണീര് പോലെയാണ്. വെണ്ണീരിന്റെ പ്രത്യേകത ഇസ്തദ്ദത ബിഹിർ റീഹു ഫീ യൗമിൻ ആസിഫിൻ, നല്ല അതിശക്തമായി കൊടുങ്കാറ്റ് വന്നാൽ ആ കാറ്റിൽ ആ വെണ്ണീരെന്തായി പോകും? പാറിപ്പോകും. ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ശൈഇൻ, ഒന്നും സമ്പാദിച്ചു വെക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ വെണ്ണീര് കൂട്ടി കാറ്റ് വരുമ്പോൾ വെണ്ണീരെന്താ സംഭവിക്കുക? അങ്ങ് പാറിക്കളിയല്ലോ. അപ്പോൾ ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ശൈഇൻ, ഒന്നും സമ്പാദിക്കാൻ കഴിയില്ല. ദാലിക ഹുവൽ ദലാലുൽ ബഈദ്, അപ്പൊ അങ്ങനെയാണ് വഴികേട് എന്നുള്ളതാണ്. അപ്പൊ വെണ്ണീര് എന്നുള്ളത് നമ്മുടെ അമലുകളാണ്. നമ്മുടെ അമലുകൾ ഇങ്ങനെ ഉപകാരമായി നിന്നിട്ടാണുള്ളത്. ഇതുവരെ രാവിലെ ഈദ്ഗാഹിലേക്ക് പോകും മലക്കൾ പ്രാർത്ഥിച്ചത് ഇത് പ്രതിഫലത്തിന്റെ ദിനമാണ്. മലക്കളൊക്കെ നമുക്ക് പ്രതിഫലത്തിന്റെ ദിനമാണെന്ന് പ്രഖ്യാപിച്ചു. നമ്മളൊക്കെ മുത്തഖീൻ, ആ മുത്തഖികൾ എന്നാണ് അമൽ സ്വീകരിക്കുക. ഞാൻ മുത്തഖിയാണെന്ന് ആശ്വസിച്ചു. റബ്ബന തഖബ്ബൽ മിന്നാ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് തഖ്വക്ക് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്തു പോയാൽ ഈ വെണ്ണീര് കാറ്റത്ത് പാറിയതുപോലെ നമ്മുടെ അമലുകളൊക്കെ എന്തായിപ്പോകും? പാറിപ്പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ തഖ്വക്ക് നിരക്കാത്ത ഒരു അമലും ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് നമ്മൾ ഓർക്കേണ്ടതാണ്. ഓരോ വിഷയത്തിലും നമ്മുടെ ആരാധനകൾ, ഇബാദത്തുകൾ, ജീവിതം, ചിട്ട ഒക്കെ അങ്ങനെ ആ രൂപത്തിൽ ക്രമീകരിക്കണം എന്ന് ഓർമ്മിക്കണം. അല്ലാഹു ആ രൂപത്തിലുള്ള ഈമാനുള്ള മനസ്സ് നമുക്ക് നൽകുമാറാവട്ടെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, മുസ്ലിമായി, മുഅ്മിനായി, മുത്തഖിയായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. എല്ലാം കാണുന്ന അർഹമുർ റഹീമായ അല്ലാഹുവേ, ഈ കഴിഞ്ഞ റമളാൻ നമ്മൾ സ്വീകരിക്കണേ അല്ലാഹ്. വരുന്ന ശൗവാൽ 6 നോമ്പും അനുഷ്ഠിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ശൗവാലിന്റെ നോമ്പ് അനുഷ്ഠിക്കുന്ന മുഅ്മിനുകളിൽ ശൗവാലിന്റെ നോമ്പ് അനുഷ്ഠിക്കാനുള്ള മനക്കരുത്തും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അംഗീകരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നു, പെട്ടെന്ന് മരണമടിയുന്നു, ഓർക്കാപ്പുറത്ത് മരിക്കുന്നു റബ്ബേ. അത്തരം ദുരന്ത മരണത്തിൽ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മറ്റുള്ളവരോട് പൊരുത്തപ്പെടിക്കാൻ, ഇടപാടുകൾ പൂർത്തിയാക്കാൻ കഴിയാതെയുള്ള മരണത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അപകട മരണത്തിൽ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നമ്മുടെ ആയുസ് പൂർണ്ണമായും ആരോഗ്യത്തോടു കൂടി ഉള്ളതാക്കണേ അല്ലാഹ്. മരിക്കുന്നത് വരെ ഞങ്ങളുടെ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാഹ്. വേറെ ഒരാളുടെ ആശ്രയമില്ലാതെ ജീവിക്കുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. മരണം വരെ മറ്റൊരാളുടെ ആശ്രയമില്ലാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തണേ അല്ലാഹ്. നമ്മുടെ കാതിന്, നമ്മുടെ കേൾവിക്ക്, നമ്മുടെ കാഴ്ചക്ക്, നമ്മുടെ ശരീരത്തിന് ഒക്കെയുള്ള ആരോഗ്യം നീ നിലനിർത്തി തരണേ അല്ലാഹ്. നമ്മുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ അല്ലാഹ്. നമ്മുടെ നോമ്പ് നീ സ്വീകരിക്കണേ അല്ലാഹ്. ഖുർആൻ പാരായണം സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ ഇജുഅ നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ തറാവീഹ് നീ സ്വീകരിക്കണേ അല്ലാഹ്. നാം അനുഷ്ഠിക്കാൻ പോകുന്ന ഇബാദത്തുകളും സ്വീകരിക്കണേ അല്ലാഹ്. നമ്മുടെ മനസ്സിലെ കാപട്യത്തെ ഞങ്ങൾ നീ മാറ്റിത്തരണേ അല്ലാഹ്. നമ്മുടെ എല്ലാ ലോകമാന്യത്തെയും ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. പൊങ്ങച്ചമില്ലാത്ത, അഹങ്കാരമില്ലാത്ത നല്ല മനസ്സ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ മനസ്സിന് നീ വിശാലത നൽകണേ അല്ലാഹ്. നമ്മുടെ മനസ്സിന് നീ ദയ നൽകണേ അല്ലാഹ്. നമ്മുടെ മനസ്സിന് നീ വിനയം ഇട്ടു തരണേ അല്ലാഹ്. അല്ലാഹു
المؤمنين والمؤمنات والمسلمين والمسلمات الأحياء والأموات اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا وأجر والدينا من النار ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة وهيئ لنا من أمرنا رشدا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم ارحمنا يا أرحم الراحمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين وصلى الله على خاتم الأنبياء والمرسلين وعلى آله وأصحابه أجمعين وعلى من اتبع الهدى إلى الدين.